ബ്ലാക്ക് പേപ്പറിൽ വൈറ്റ് പെൻസിൽ ഉപയോഗിച്ച് ചിത്രങ്ങൾ വരച്ച് എങ്ങനെ ഇരിക്കും? നോർമലി നമ്മളെല്ലാവരും വൈറ്റ് പേപ്പറിൽ ഡാർക്ക് ആയിട്ടുള്ള പെൻസിൽ ഉപയോഗിച്ചിട്ടല്ല ചിത്രങ്ങൾ വരയ്ക്കാറുള്ളത്. ഇവിടെ നേരെ തിരിച്ചാണ്. ബ്ലാക്ക് പേപ്പർ ആൻഡ് വൈറ്റ് പെൻസിൽ. എന്താണ് ആ പേപ്പറിന്റെ ബ്രാൻഡ്, എന്താണ് പെൻസിലിന്റെ ബ്രാൻഡ്, എങ്ങനെയാണ് ഈ ചിത്രം നമ്മൾ കംപ്ലീറ്റ് ആക്കുന്നത് എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ബ്ലാക്ക് പേപ്പറിനായിട്ട് ഈ ഒരു ബുക്കാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. സ്കോളാർ എന്നുള്ള ബ്രാൻഡിൻ്റെ കാർബൺ എന്ന പേരുള്ള പേപ്പറാണിത്. റെട്ട കളറിൻ്റെ വൈറ്റ് ചോക്ക് ഓയിൽ പെൻസിൽസ് ആണ്. ഈ ഒരു വൈറ്റ് പെൻസിൽ ഒരു നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് ആയിട്ട് തോന്നി. സാധാ വൈറ്റ് പെൻസിലൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ അത്രയും ഇൻറ്റൻസ് ആയിട്ടുള്ള കളേഴ്സ് നമുക്ക് കിട്ടാറില്ല. ഇതൊരു ഓയിൽ ബേസ്ഡ് ആയിട്ടുള്ള പെൻസിൽ ആയതുകൊണ്ട് തന്നെ ലെയർ ബൈ ലെയർ ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. എത്ര ലെയേഴ്സ് വേണമെങ്കിലും നമുക്ക് മുകളിലോട്ട് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ലൈറ്റ് ആൻഡ് ഷാഡോ ഒക്കെ കൃത്യമായിട്ട് ചെയ്തെടുക്കാനായിട്ട് ഈ ഒരു പെൻസിൽ കൊണ്ട് സാധിക്കുന്നുണ്ട്. ഞാൻ ഈ ഒരു ചിത്രം വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാം, ഒറ്റ തവണ പോലും ഇതിൻ്റെ ടിപ്പ് ഒടിഞ്ഞിട്ടില്ല. അപ്പം അത്രയും ബലമുള്ളൊരു ടിപ്പായിട്ട് തോന്നി. തുടക്കത്തിൽ ലൈറ്റായിട്ട് ചെയ്ത് പതിയെ ഓരോ ഭാഗങ്ങൾ നേരെ റിവേഴ്സ് ആണല്ലോ ചെയ്യുന്നത്. നമ്മൾ സാധാ വൈറ്റ് പേപ്പറിൽ സാധാ പെൻസിൽ വെച്ച് ചെയ്യുന്നതിൻ്റെ നേരെ റിവേഴ്സ് പ്രോസസ്സാണ്. അപ്പോൾ ലാസ്റ്റ് വേണം ഏറ്റവും ലൈറ്റായിട്ടുള്ള ഭാഗങ്ങൾ, ഹൈലൈറ്റും നല്ല വൈറ്റ് കാണുന്ന ഭാഗങ്ങളൊക്കെ ഏറ്റവും ലാസ്റ്റ് വേണം ചെയ്യാനായിട്ട്. ആ ഒരു ഐഡിയ നമ്മുടെ മനസ്സിലാണെങ്കിൽ വളരെ ഈസി ആയിട്ട്, ഇപ്പോൾ സാധാ പെൻസിലും സാധാ പേപ്പറും വെച്ച് ചെയ്യണേക്കാളും കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്കൊരു ചിത്രം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്.